20 ഏജൻറ്റുണ്ട്, ഒരു 10 പേരും നന്നായി പെർഫോം ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരൊക്കെ ഒരു 3 മുതൽ 1 മില്യൺ വരെ, 300,000 മുതൽ 1 മില്യൺ വരെ ഉണ്ടാക്കുന്നവരാണ്. ഇത് നല്ല റിവാർഡുള്ളൊരു ജോബ് കൂടിയാണ്. നമ്മുടെ യങ് ജനറേഷൻ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഫീൽഡിലേക്ക് വരണം. തീർച്ചയായിട്ടും ഇവിടെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ബിഗ് സീ ആണ്, ലോട്ട് ഓഫ് ഫിഷ്. പിന്നെ ഇതിനകത്ത് കമ്മീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെൻഡർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും, ബയർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും, മാർക്കറ്റിന് ഒരു പ്രൈസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രൈസ് പറയുന്ന ആളല്ല, ഏറ്റവും ജെന്യുവിൻ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആളുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുക. പണ്ട് ചെറുപ്പത്തിലൊക്കെ കൊക്കോ പൊട്ടിച്ച് അതിൻ്റെ അകത്തെ സാധനം നിങ്ങൾക്ക് നമ്മൾ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയയിലെ മലയാളികൾ വന്നതിൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് നമുക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ മേടിക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ മേടിച്ച വീടുകൾ വിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഒന്നുകിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടാവും. ചിലപ്പോൾ നമ്മൾ മേടിച്ച വീടിന് ഒരുപാട് പൈസ കൂടിക്കാണും, അത് വിറ്റിട്ട് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മേടിച്ച പ്രോപ്പർട്ടിക്ക് നമ്മളുടെ ആ മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടണം തീർച്ചയായിട്ടും. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു ഏജൻറ്റിനെ കണ്ടുപിടിക്കണം. അതെങ്ങനെ ഏജൻറ്റിനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ നമ്മുടെ വീട് വളരെ പ്രോഫിറ്റബിളായിട്ട് വിൽക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഫിലിപ്പ് ചാക്കോയാണ്. അദ്ദേഹം വളരെയധികം നാളായിട്ട്, അതായത് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മലയാളി റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ് കേട്ടോ. ഫിലിപ്പ് ചാക്കോ, നമസ്കാരം. നമസ്കാരം. എന്നാ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നല്ലേ? മെൽബണിൽ വന്നിട്ട് ഒരുപാട് നാളായോ? 2007 വന്ന. 2007. അപ്പോൾ വന്നപ്പോൾ തൊട്ടേ റിയൽ എസ്റ്റേറ്റിൽ തന്നെയാണോ? അല്ലല്ല, വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു. ആണല്ലേ? ഒരു 12 വർഷമായി. ആണല്ലേ റിയൽ എസ്റ്റേറ്റിൽ? അതെ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫിലിപ്പ് ചാക്കോ ആണ് ഇവിടെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ്. പ്രായം കൊണ്ടല്ല കേട്ടോ, എക്സ്പീരിയൻസ് കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഉള്ള ഒരു മലയാളിയായിട്ടുള്ളത് ഏജൻറ്റാണ്. നമ്മുടെ ഈ ഫീൽഡിൽ വളരെ കുറവാണല്ലോ മലയാളി ഏജൻറ്റുമാർ കുറവാണ്. കുറേ പേരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ. ചിലപ്പം ആളുകളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ താല്പര്യമുണ്ട് എന്നൊക്കെ ചോദിച്ച ആളുകൾ വിളിക്കാറുണ്ട്. ആണല്ലേ? ഇത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഫീൽഡല്ലേ റിയൽ എസ്റ്റേറ്റ് ഫീൽഡും. അതിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ലാംബോർഗിനിയിലും മെഴ്സിഡസിലും ബെൻസിലും ഒക്കെ മാത്രം നടക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടില്ല, ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും അതൊക്കെ. ഫിലിപ്പ് എവിടുന്ന നാട്ടിലെ ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കുമളി വണ്ടിപ്പെരിയാർ നമ്മുടെ ഒരു ആണല്ലേ? അപ്പം അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ കാണും, ഹൈ റേഞ്ചിൻ്റെ ഒരു ഇതുണ്ട് ഉണ്ടല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാരാണ് കേട്ടോ ഇടുക്കിന്ന് വരുന്നത്. ഫിസിക് മേ ബി കുറച്ച് നല്ല ആൾക്കാരുണ്ട്. നമ്മളൊന്നും ആയി നമ്മുടെയൊക്കെ നമ്മൾ കാടുകളും മലകളും ഒക്കെ കയറി ഇറങ്ങിയൊക്കെ നടന്ന് വളർന്ന ആൾക്കാരാണല്ലോ. പറമ്പിൽ കൂടെ ഒക്കെ നടന്നതിൻ്റെ ഒരു ഇത് കാണും. അതെ, മരത്തെ കയറിയും കുരുമുളക് നമ്മുടെ ഏരിയയിലെ കുരുമുളക്, കാപ്പി, പിന്നെ ഏലം കൃഷികളാണ്. ആണല്ലേ? തെങ്ങ്. നിങ്ങൾ മരിയാപുരം അല്ലേ? മരിയാപുരത്ത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവിധ കൃഷികളും ഉണ്ട് കേട്ടോ. ഏലം ഉണ്ട്, വളരെ കുറവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കൊക്കോയ് അങ്ങനത്തെ പല പരിപാടികളുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ കൊക്കോ പൊട്ടിച്ച് അതിൻ്റെ അകത്തെ സാധനം തിന്നുമാറുന്നത് ഓർക്കുന്നുണ്ടോ? പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അതല്ല, ഇപ്പം നമ്മുടെ അങ്ങോട്ട് പിന്നെ ഞാൻ വണ്ടിപ്പെരിയാർ സ്ഥലത്ത് ഒരു ടീ പ്ലാന്റേഷൻ, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളത്. മൂന്നാർ കഴിഞ്ഞാൽ മേ ബി ഒരു നല്ലതായിട്ട് ടീ ഉള്ള ഒരു ഏരിയ ടീ പ്ലാന്റേഷനുള്ള. എനിക്കത് ഫിലിപ്പിൻ്റെ ഒക്കെ കാലത്തല്ല, നമ്മുടെ കാലത്ത് ഏറ്റവും ആദ്യം ഇടുക്കിയിൽ നിന്നും മറ്റുമൊക്കെ പുറത്തു പോയ ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് നമ്മൾ. പ്രത്യേകിച്ച് അധികം ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതിനുശേഷമാണ് നമ്മൾ UK, അയർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വന്നത്. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീടാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അന്ന് മേടിക്കുമ്പോൾ നമ്മളിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല കണ്ടിരിക്കുന്നത്. അല്ല, നമുക്ക് താമസിക്കാനായിട്ട് നമ്മുടെ സ്വന്തമായിട്ടെന്ന് പറയാനായിട്ടുള്ളൊരു വീട്, വരിക, ഭാര്യയും പിള്ളേരും മാതാപിതാക്കളൊക്കെ ആയിട്ട് ജീവിക്കുക, സന്തോഷപരമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്, ഇതൊരു ബാധ്യതയാണ്, ഇതൊരു സൗഭാഗ്യമാണ് അല്ലേ? പല പല കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പല സാഹചര്യങ്ങൾക്ക് നമുക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ വിൽക്കുമ്പോൾ നമുക്ക് അതിന് മാക്സിമം പൈസ കിട്ടുകയും ചെയ്യണം അല്ലേ? പറ്റുമെങ്കിൽ $millions കിട്ടുന്നതിനോടാണ് താല്പര്യം. അങ്ങനെ വലിയ സാഹചര്യം ഉണ്ടോ? ഇതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല പ്രൈസിൽ ഇത് വിൽക്കാനായിട്ട് സാധിക്കുന്നത്?
എല്ലാ ഇതിലും ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ സബബ് അനുസരിച്ചിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. അത് ഞാൻ പറയും, നമ്മുടെ കർബ് മുതൽ തുടങ്ങണം. നിങ്ങളുടെ നേച്ചർ സ്ട്രിപ്പ് മുതൽ ഒരു ബയർ വരുമ്പം അവിടെ മുതൽ നിങ്ങളുടെ വീടിനകത്ത് വന്ന് നിങ്ങളുടെ ബാക്ക് യാർഡ് വരെയുള്ള ഏരിയയിൽ നിങ്ങൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള. നിങ്ങൾ അവിടെ ഇപ്പം നേച്ചർ സ്ട്രിപ്പിലാണെങ്കിൽ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടി നിങ്ങളുടെ ഗാർഡനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നീറ്റ് ആൻഡ് ടൈഡി ആക്കുക, ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക, ആവശ്യമില്ലാത്ത മുഴുവൻ സാധനങ്ങളെടുത്ത് ഒഴിവാക്കി നല്ല സ്പേഷ്യസ് ആക്കുക വീട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ നിങ്ങൾക്ക് ഒരു കോട്ട പെയിൻ്റ് അടിച്ച് നിങ്ങളുടെ ഇൻക്ലൂഡിങ് നിങ്ങളുടെ വോൾ, പിന്നെ നിങ്ങളുടെ ഡെക്കിംഗ് ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ പെയിൻ്റൊക്കെ അടിച്ച് നന്നായി പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഇത്. പിന്നെ ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ലൈറ്റിങ്ങും ഒക്കെ ഇട്ട് പ്രൊഫഷണലായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ അവിടെ താമസിക്കാതിരിക്കുന്ന വീടുകളാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പ്രൊഫഷണലായി സ്റ്റേ ചെയ്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. താമസിക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് നല്ലോണം സ്റ്റേ ചെയ്ത് വൃത്തിയായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വീട് പ്രൈസ് കിട്ടാനായിട്ടുള്ളത്. സെക്കൻഡാണ് നിങ്ങൾ വേറൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ റൈറ്റ് ഏജൻറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഏജൻറ്റിനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു 2-3 ടോപ്പ് പെർഫോമിങ് ഏജൻറ്റ് ഇൻ യുവർ ലോക്കൽ ഏരിയ അവരെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. അതിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രൈസ് പറയുന്ന ആളല്ല, ഏറ്റവും ജെന്യുവൻ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആളുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുക. നിങ്ങൾ തന്നെ ബിഫോർ പുട്ടിങ് ദ മാർക്കറ്റ് യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച്. എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൈസ് കിട്ടാനായിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതനുസരിച്ച് നിങ്ങളിപ്പോൾ ഒരു 4 bedroom ആണെങ്കിൽ അതുമായിട്ട് കമ്പാരിസൺ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൈസ് കിട്ടാനായിട്ടൊരു മാർഗം. ഏറ്റവും നമ്പർ 1 പ്രസൻറ്റ് യുവർ ഹോം ദ ബെസ്റ്റ് വേ. പിന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഏജൻറ്റിനെ കിട്ടണം. അതാ പറഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ജസ്റ്റ് ദ റൈറ്റ് ഏജൻറ്റ് ഫോർ യുവർ പ്രോപ്പർട്ടി. നമ്മൾ പലപ്പോഴും ഇവിടെ കാണുന്ന ഏജൻസിമാരെ വീട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഏറ്റവും ടോപ്പ് പ്രൈസ് അല്ലെങ്കിൽ നമ്മളൊരു മോഹവിലയത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് പ്രൈസ് പറയുക, പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുക, ഒരു പ്രൈസ് പറയും, പിന്നെ താത്തി അവസാനം അണ്ടർ ദ മാർക്കറ്റ് പലപ്പോഴും നമുക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ഫ്രം ദ ബിഗിനിങ് യു ഹാവ് ടു പുട്ട് ദ റൈറ്റ് പ്രൈസിങ്. പ്രൈസ് റേഞ്ച് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു 3 ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വെൻഡർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും, ബയർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും, മാർക്കറ്റിന് ഒരു പ്രൈസ് ഉണ്ടാവും. സോ നിങ്ങൾ ഒരു വെൻഡർ പ്രൈസ് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു എക്സെപ്ഷണലി ഒരു നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു വിലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പാരിസണും ഇല്ലാത്തൊരു വില നിങ്ങൾ ഒരാൾ പറഞ്ഞു, അതനുസരിച്ച് നിങ്ങൾ ഓർത്തോ ഹീസ് ദ ബെസ്റ്റ് ഏജൻറ്റ്, അവനാണ് നന്നായിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. ജനറലി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുള്ളവരൊക്കെ ഏറ്റവും വില കൂടിയ ആളുകളെ തന്നെ ഏൽപ്പിക്കാൻ നോക്കും, പറഞ്ഞ ആളുകളെ ഏൽപ്പിക്കാൻ നോക്കും. അതിന് നല്ലത് ഏറ്റവും പ്രൊഫഷണലായി ഇത് ചെയ്തിട്ടുള്ള ഒരു ആളുകളെ തന്നെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതാണ് ഞാൻ എപ്പോഴും ഒരു റെഫറൻസ് എടുക്കുക. നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയ എല്ലാ കാര്യത്തിനും റെഫറൻസ് ആണ്. ഇവിടെയും ആ കാര്യത്തിൽ നിങ്ങൾ ഒരു റെഫറൻസ് എടുക്കുക. നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള സെല് ചെയ്ത 1-2 ബയേഴ്സുമായിട്ട് സംസാരിക്കുക, സെല്ലേഴ്സുമായിട്ട് സംസാരിക്കുക. അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. എങ്ങനെയായിരുന്നു അവരുടെ അപ്രോച്ച്, അതായിരിക്കും ബെസ്റ്റ്. പല ആൾക്കാർക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രൈസ് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആരെങ്കിലും കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് പോയി വീഴുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് കമ്മീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ജനറലി ഇൻ വിക്ടോറിയ നമുക്ക് ഒരു 1.5 to 2.5% ആണ് ജനറലി വിക്ടോറിയയിൽ ഒരു പ്രൈസ് ഉള്ളത്. അപ്പാർട്ട്മെൻറ്റിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്തിരി കൂടുതലായിട്ടുള്ളത്. പ്ലസ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ആവും. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ കൊടുക്കണം. എപ്പോഴും ഞാൻ ഓൾവേസ് പറയും, നിങ്ങൾ ഏറ്റവും പ്രീമിയം അഡ്വർടൈസിങ് ആയിരിക്കും നിങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യുന്നു, ഏറ്റവും നല്ല മാർക്കറ്റ് ചെയ്യുന്നു. മാർക്കറ്റിങ്ങും കമ്മീഷനും രണ്ടായിട്ട് കാണാം. കമ്മീഷൻ ഇസ് ദ പേയിങ് ഫോർ ദി ഏജൻറ്റ്. ദി അഡ്വർടൈസിങ് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലിടുന്നതിനുള്ള കോസ്റ്റാണ്. അതിൽ ലീഗലി ഏജൻറ്റ് നിങ്ങളുടെ നിന്ന് പൈസയൊന്നും ചാർജ് ചെയ്യാൻ പാടില്ല എക്സ്ട്രാ ആയിട്ട്. അവർ നിങ്ങൾക്ക് അതിന് കൃത്യമായ റെസിപ്റ്റ് തരും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം ഇറ്റ് ഫ്രം ദ ടാക്സ്. നിങ്ങളുടെ PPR ആണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, കമ്മീഷനും ക്ലെയിം ചെയ്യാം. അങ്ങൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണ്, പ്രോപ്പർട്ടി വിൽക്കാനിരിക്കുന്ന ആളാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്കൊരു ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? അതാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നെഗോഷിയേഷൻ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല.
പക്ഷേ ഈവൻ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിറ്റാലും ഞാൻ ഒരിക്കലും ഞാൻ തന്നെ ഏജൻ്റ് ആകത്തില്ല. കാരണം എൻ്റെ ഇമോഷണലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതിനകത്തില്ല. എൻ്റെ സംസാരത്തിനോ ഇതിലോ ഒന്നും അത് വരാൻ പാടില്ല. ഞാൻ ഓൾവേസ് ഒരു പ്രൊഫഷണൽ ആളുകളെ തന്നെയായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പ്രോപ്പർട്ടികൾ വിറ്റിട്ടുള്ളത് ഞാൻ വേറൊരാൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ പ്രോപ്പർട്ടി ഞാൻ വിറ്റിട്ടില്ല. ബയേഴ്സ് ഏജൻസും ഉണ്ട് നമ്മുടെ മലയാളികളായിട്ട്. അപ്പം റീസെൻ്റായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അവരും പറയുന്നതിലൊന്നാണ് നമ്മൾ ഇമോഷണലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പം മാർക്കറ്റ് അനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്രോപ്പർട്ടീസ് ഗുഡ് പ്രൈസ് പിടിക്കാൻ പറ്റുമെന്നുള്ളവരും പറയുന്നത്. അതേപോലെ തന്നെയാണ് ഏജൻസി നിങ്ങൾ വിൽക്കുന്ന ആൾക്കാരും അല്ലേ. നിങ്ങളുടെ ഏജൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും നന്നായി സഹായിക്കാൻ പറ്റുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഏജൻറ്റ് തന്നെയായിരിക്കും, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഓസ്ട്രേലിയൻ മലയാളികൾ വന്നതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്ന ജോലികൾ അല്ലെങ്കിൽ നിലവിലുള്ള ജോലികൾ എന്ന് പറയുന്നത് നേഴ്സിംഗ് അല്ലെങ്കിൽ IT ഫീൽഡ്. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വരുന്ന പിള്ളേരായാലും കൂടുതലും ജോലി ചെയ്യുന്നത് നേഴ്സിംഗിലേക്ക് ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചിങ്ങിൽ പോകുന്നുണ്ട്. മറ്റുള്ള ചെറിയ ഇതിലും IT പ്രൊഫഷണൽസ് പോകുന്നുണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റിലേക്ക് മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ പഞ്ചാബികൾ ഒരുപാടുള്ളൊരു ഫീൽഡുമാണ്. അതേപോലെ ലോക്കലായിട്ടുള്ള വെള്ളക്കാരായിട്ട് ഒരുപാടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഓപ്പർച്യൂണിറ്റികളുള്ളൊരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അല്ലേ. എന്തുകൊണ്ടാണ് മലയാളികൾ അങ്ങനെ അടുക്കാതെ നിൽക്കാനായിട്ടുള്ളൊരു കാരണം? അല്ല, മറ്റേത് ജോബിനെ പോലെ തന്നെയും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഈ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ലോക്കലിൽ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ചിലപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിലും ആദ്യം ചിലപ്പം അവർക്ക് ആശങ്ക കാണും, ഞാനൊരു $1 മില്യൺ വീട് ഏൽപ്പിച്ചാൽ ഇയാൾ ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക കാണും. അത് ഇവൻച്വലി അത് മാറ്റി അത് നിങ്ങൾ നന്നായി ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പ്രൂഫ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഹാർഡ് വർക്കുണ്ട്. പക്ഷേ ഞാൻ പറയും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് പുതിയ ജനറേഷനുള്ള ആളുകൾ വരുന്നവർ ഇത് നല്ലൊരു കരിയറാണ്. നിങ്ങൾ ഹോണസ്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് കരിയറാണ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ സെയിൽസ് ചെയ്യാം, നിങ്ങൾക്ക് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ട് ഓഫ് ദ പ്ലാൻ ആയിട്ടുള്ള ഇങ്ങനത്തെ എസ്റ്റേറ്റ് റിലീസിങ്ങിലൊക്കെ ഉള്ള വലിയ ഇപ്പം മെട്രിക്കോണോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികളിലെ സെയിൽസിൽ വർക്ക് ചെയ്യാം. ഇത് നല്ല റിവാർഡുള്ളൊരു ജോബ് കൂടിയാണ്. ഒരു വീക്കെൻഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വീക്കെൻഡ് നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ അത് ചിലപ്പോൾ ഇത് പറ്റത്തില്ല. വീക്കെൻഡ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് കരിയർ ആയിരിക്കും ഈ പ്രോപ്പർട്ടി. അത് സെയിൽസിൽ നല്ല പാഷനുള്ള ഒരാൾക്ക് ഏറ്റവും പറ്റിയ ഫീൽഡുകളിലൊന്നാണ് ഈ റിയൽ എസ്റ്റേറ്റ്. കാരണം വീടുകൾ കാണാൻ നല്ല ഭംഗികളാണ്. ഇപ്പോൾ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് പല പല വീടുകൾ പോയി കാണാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള ബിൽഡേഴ്സുമായിട്ടോ അതേപോലെ തന്നെ സെയിൽസ് പീപ്പിളുമായിട്ട് ബിസിനസ് പീപ്പിളൊക്കെ ആയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും പറ്റും. നല്ല ആളുകളുണ്ട്, നല്ല പ്രൊഫഷണലായ ആളുകളുണ്ട്. അവരിൽ നിന്ന് നമ്മൾക്കും ചിലപ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ പറ്റും. ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റും. നമുക്കും ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് പരമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ വെൽത്ത് പരമായിട്ടുള്ളൊരു ക്രിയേഷൻ നടക്കും അല്ലേ? ഒത്തിരി നടക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ നടക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. അത് ലോകത്ത് എല്ലാ സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് തന്നെയായിരിക്കും. പെർട്ടിക്കുലർലി ഒരു ഏരിയ ഒഴിച്ച് കഴിഞ്ഞാൽ ജനറലി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിൽ തന്നെയായിരിക്കും. അതെ. ഇപ്പം IT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിറ്റ് സക്സസ് ആയ ആളുകളുണ്ട്. ഇതിനകത്ത് ഒരുപാട് പൈസ നല്ല ശമ്പളമൊക്കെ കിട്ടി ജോലി ചെയ്യും. പക്ഷേ ശമ്പളം കിട്ടി ജോലി ചെയ്താൽ അത് നമ്മൾ അടിച്ചു പൊളിച്ച് കളയുക. പക്ഷേ അതൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുകയും നമ്മുടെ ജനറേഷൻ ടു ജനറേഷനിലേക്ക് നമുക്ക് നമ്മുടെ വെൽത്ത് പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. നല്ല നല്ല ഡീലുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ നമ്മൾ തുടങ്ങാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10-20 വയസ്സുള്ളൊരു ഇപ്പോൾ എൻ്റെ കൊച്ചിനാണെങ്കിൽ എങ്ങനെ തുടങ്ങണം? ആദ്യ സ്റ്റെപ്പ് എന്താണ്? ആദ്യ സ്റ്റെപ്പ് ഒരു 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അങ്ങനെ എന്താണെങ്കിൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഫോർ റിയൽ എസ്റ്റേറ്റ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് ഫർദർ ഡിപ്ലോമ അതൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതലായിട്ട് വേണമെങ്കിൽ അതിലേക്ക് പോകാം. പക്ഷേ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു 6 months to 1 year കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇത് ചെയ്യാം. പിന്നെ ഒരു ബെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അണ്ടറിൽ
നിങ്ങൾ വർക്ക് ചെയ്യുക. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങളൊരു വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലോക്കലിൽ ഏറ്റവും നന്നായി സെയിൽസുള്ള, നന്നായി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളുടെ ഒരു സെയിൽസ് മെത്തേഡും അവരുടെ ഡെയിലി റൊട്ടീനും അവരുടെ അപ്രോച്ചും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100 ഡീൽസും 200 ഡീൽസും ഒക്കെ നടത്തുന്ന നല്ല മിടുക്കന്മാരായ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുകളുണ്ട്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട ഇതിൻ്റെ കാര്യങ്ങളിലൊന്ന് നല്ലൊരു ഏജൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? കോഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ അത് ചിലപ്പം ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ ശമ്പളം കാണുമോ? അതോ ശമ്പളമുണ്ട്. ഫസ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് മിനിമം വേജസ് കിട്ടും. നല്ല ഏജൻസിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മിനിമം സാലറി തരും. ഓക്കെ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വളരാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു വളരെ നല്ല കരിയറാണ്. അത് നമ്മുടെ ആളുകളൊക്കെ ഇതിനകത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേര് പറ്റുന്നത്രയും നല്ല സെയിൽസിന് നല്ല താല്പര്യമുള്ള ആളുകൾ ഈ മേഖലയിൽ വരുന്നത് വളരെ നന്നായിരിക്കും. അതെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഓഫീസ് ജോബ്, ബ്ലൂ കളർ ജോബ്, വൈറ്റ് കോളർ ജോബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെസ്പോൺസിബിലിറ്റി കുറഞ്ഞുള്ള ഇച്ചിരി കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. നല്ല പാഷൻ വേണം ഇതിനെക്കുറിച്ച്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിൽ സന്തോഷമുള്ള ആൾക്കാർ വേണം ഈ ഫീൽഡിലേക്ക് വരാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസ്, ലോ ഒബീഡിയൻ്റ് ആയിരിക്കണം. നമ്മൾ ഇവിടെ ഇതൊരു വലിയ ട്രസ്റ്റാണ് ഇതിനകത്തുള്ളത്. 90 വയസ്സോ 70 വയസ്സോ 80 വയസ്സുള്ള ഒരാൾ അവരുടെ ജീവിതത്തിലോ മുഴുവൻ സമ്പാദ്യത്തിലോ ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പം അതുപോലെ നിങ്ങൾ ട്രസ്റ്റഡ് ആയിരിക്കണം. ആ ആളോട് ലോയലായിരിക്കണം. അതെ, സെല് ചെയ്യുന്ന വെൻഡറോട് നിങ്ങൾ ലോയലായിരിക്കണം. അപ്പം നിങ്ങളത് ഏറ്റവും നന്നായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു സമ്പാദ്യം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ഏൽപ്പിക്കുന്ന പോലെ വേറൊരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അതെ, പ്രത്യേകിച്ച് മലയാളികൾ പറയാനായിട്ട് കാരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് വളരെ കുറവാണ് നമ്മൾ മലയാളികൾ. അത് നമ്മൾ ഒരുപാട് ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ മൈഗ്രൻസ് ആയിട്ട് ഓസ്ട്രേലിയക്ക് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് അങ്ങനെ വലിയ ബാലികറാമലയൊന്നുമല്ല. നമുക്ക് വന്നതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്യുക, പിന്നെ നല്ലൊരു ഏജൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, ബിൽഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം മലയാളികൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ 1 ലക്ഷത്തോളം മലയാളികളുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ആൾക്കാർ അതിനകത്തൊരു 10-40,000 ആൾക്കാരെല്ലാം വീട് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ മൾട്ടി കൾച്ചർ ആയതുകൊണ്ട് പല ആൾക്കാർ, അതിപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ വേണമെന്നില്ല, തമിഴ് ആൾക്കാരായാലും ആന്ധ്രാക്കാരായാലും ശ്രീലങ്കൻസ് ആയാലും പാകിസ്ഥാനികളായാലും എല്ലാം എന്താ പറയുന്നത്, നമ്മളുമായിട്ട് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഈവൻ ഇംഗ്ലീഷുകാരും കുഴപ്പമൊന്നുമില്ല നമ്മളോട്. എൻ്റെ ബിഗിനിങ് ഏജിൽ എനിക്ക് ഇവിടെ നമ്മുടെ ആളുകളുടെ ആരും വീടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷുകാർ തന്നെയാണ് എനിക്ക് വീട് തന്നെ. ഇവിടുത്തെ ഓസ്ട്രേലിയൻസിൻ്റെ വീടുകൾ തന്നെയാണ് ഞാൻ സെല് ചെയ്യുന്നത്. 46 വീട് വരെ സെല് ചെയ്ത വർഷമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇവിടുത്തെ ആളുകൾ റേസിസം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ നമ്മൾ ബംഗാളികളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് കാണിക്കുന്ന അത്ര റേസിസം ഓസ്ട്രേലിയയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ വിഷയമില്ല, ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായും പ്രൊഫഷണലായും ചെയ്തു പോകുക എന്നുള്ളത്. ഒരുപാട് നുണയൊന്നും പറയാണ്ടിരിക്കുക, മിസ്ലീഡ് ചെയ്യാതിരിക്കുക. അതന്നെ. ഇപ്പം ഞാനും ഫിലിപ്പ് ചാക്കോയും സംസാരിച്ചപ്പോഴും ഇതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ആൾക്കാരെ കുറേ കൂടെ പ്രൊമോട്ട് ചെയ്യണം. നല്ലൊരു ഫീൽഡാണ്. ഇപ്പോൾ ഒരു നേഴ്സിന് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്താൽ ചിലപ്പോൾ 1 ലക്ഷം 1.25 ലക്ഷം ഒക്കെ ഡോളറായിരിക്കില്ല അവർ ശമ്പളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഒരു മീഡിയം ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം എത്ര വരുമാനം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം? അതാ പറഞ്ഞു, ഓൾവേസ് നമ്മുടെ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ആഗ്രഹവും നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സാധാരണ ഒരു നല്ലവണ്ണം ചെയ്യുന്ന ഒരു വൃത്തിയായിട്ടുള്ള, പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ വരികയാണെങ്കിൽ ഒരു 20-25 മുതൽ 30 വീട് വരെ ഒരു വർഷം ചെയ്യാം. ആവറേജ് ഒരു 15 രൂപ അടുത്ത് കമ്മീഷൻ ഒരു വീട്ടിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു PAO വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സാമാന്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അതായത് ഒരു $2-2.5 ലക്ഷം വരെ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. 2 മേളിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. നല്ലതാണ്. ഇപ്പോൾ $2 ലക്ഷം ഇവിടെ ശമ്പളമുള്ള ആർക്കാ ഉള്ളത്? 2 വലിയ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ IT ലാന്ന് പറഞ്ഞാലും ഒരു IT ഫില്ല് ചെയ്യുന്നവർക്ക് 1.5 ഒക്കെയാണ് ഒരു ആവറേജ് ശമ്പളമെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് കട്ടിപ്പണിയുമാണ്.
കട്ടിപ്പണിയുണ്ട്. അപ്പോൾ പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ അതില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാലും കുറേ കമ്മിറ്റഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. പക്ഷേ പാഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൈസ. നിങ്ങൾക്ക് ലാംബോഗിനി നടക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതാകാം, അതല്ല ഏത് വണ്ടി മേടിക്കണമെന്നോ താല്പര്യമുള്ളവർക്ക്, ഏറ്റവും നല്ല വീട് മേടിച്ച് താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ജോലിയാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരാൾക്ക് ഡോക്ടറാകണമെന്നുണ്ടെങ്കിൽ 99.9% മാർക്ക് വേണം. അത് 4-5 കൊല്ലം പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ എക്സ്പീരിയൻസ് വേണം. ഇതെല്ലാം കൂടെ കഴിഞ്ഞാലാണ് ചിലപ്പോൾ 4 ലക്ഷം 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത്. പക്ഷേ ഒരു സാധാരണ ഒരു റിയൽ എസ്റ്റേറ്റിൽ നല്ല പാഷനായിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 5 ലക്ഷമോ $1 മില്യൺ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? പക്ഷെ എനിക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബെറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാനും ഒക്കെ കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 മില്യൺ ഒരു ആവറേജ് ഞാൻ ചെയ്ത ഏജൻസികളിലൊക്കെ ആവറേജ് ഒരു 600 മുതൽ നല്ല ഏജൻസികൾ, നല്ല ഏജൻ്റ് ആയിട്ടുള്ളവർ, ഒരു ടോപ്പ് പെർഫോമിങ് ഒരു 20 ഏജൻ്റ് ഉണ്ട്, ഒരു 10 പേരും നന്നായി പെർഫോം ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരൊക്കെ ഒരു 3 മുതൽ 1 മില്യൺ വരെ, 300,000 മുതൽ 1 മില്യൺ വരെ ഉണ്ടാക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത് നമ്മളൊന്നും അത്ര ഉണ്ടാക്കുന്നില്ല, പക്ഷേ ആവറേജ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അത് തന്നെ. പിന്നെ നമ്മളെന്നൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനാണ്, അതിൻ്റെ അകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അതേപോലെ നമ്മുടെ മക്കൾക്ക് ഒക്കെ നല്ല ലാംഗ്വേജ് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട് നമ്മളെക്കാളും കൂടുതലായിട്ട്. നമ്മളെ പോലെ ചുമ്മാ നുണ പറയുന്നില്ല, അവർ അത്ര നുണ പറയല്ല. ഇല്ല, അവർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇതായിരിക്കും. പിന്നെ കൾച്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് ഇവിടുത്തെ ഒരു ഫൂട്ടിയെയും അതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇതില്ല. പക്ഷേ ഒരു ഫൂട്ടി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് വളരെ താല്പര്യമായിരിക്കും നിങ്ങളോട് സംസാരിച്ചു പോകാൻ, നിങ്ങൾക്ക് ആ കളി അറിയാമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നിങ്ങൾ മ്യൂസിക് അറിയാമെങ്കിൽ നമുക്ക് നാട്ടിലെ യേശുദാസിനെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചിത്രയെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ ഇവിടുത്തെ മ്യൂസിക്കുള്ള ആളുകൾ സംസാരിച്ചാൽ അതൊക്കെ മതി. നിങ്ങൾ ലൈക്കബിൾ ആയിരിക്കണം, സെയിം ടൈം നിങ്ങളൊരു ട്രസ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാനുള്ളത്. വീട് വിൽക്കുമ്പോൾ നമുക്ക് മാക്സിമം നല്ല പ്രൈസിൽ വിൽക്കാനായിട്ട് നമുക്ക് നമ്മുടെ മലയാളി പിള്ളേരും ഈ ഫീൽഡിലേക്ക് തന്നെ വരണം എന്നാണ് ഫിലിപ്പ് ചാക്കോ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം കുറേ നാളായിട്ട് ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരെ കുറവ് അദ്ദേഹം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരും അതേപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ വളരെ നന്നായിട്ട് ഈ ഫീൽഡിലുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ് സെയിൽസ് ഇഷ്ടമുള്ള ഏതൊരാൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് നല്ല പ്രൈസിൽ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫിലിപ്പ് ചാക്കോയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. അദ്ദേഹം 12 വർഷമായിട്ട് ഇവിടെ പല പ്രമുഖമായിട്ട് റേ വൈറ്റ്സ്, അതേപോലെ തന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ അങ്ങനെ വളരെ നല്ല റിയൽ എസ്റ്റേറ്റ് ഏജൻസുമായിട്ട് ജോലി ചെയ്ത് വളരെയധികം പഠിച്ച് തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ഫിലിപ്പ് ചാക്കോ. ഇപ്പോൾ വേറെ സ്വന്തമായിട്ടുള്ള ഏരിയ സ്പെഷ്യലിസ്റ്റിലാണ് ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസ് കിട്ടാനായിട്ട്. ഫിലിപ്പ് ചാക്കോ എന്താണ് പറയാനുള്ളത് പറഞ്ഞു? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ യങ് ജനറേഷനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഫീൽഡിലേക്ക് വരണം. തീർച്ചയായിട്ടും ഇവിടെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ബിഗ് സീ ആണ്, ലോട്ട് ഓഫ് ഫിഷ്. അതെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ഈ ഫീൽഡിലേക്ക് വരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോക്കൽ ഈസ്റ്റോ സൗത്ത് ഈസ്റ്റിലോ ആണ് മെൽബണിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട് വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം. എന്നാലാകുന്ന നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത്രയും പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാനും ശ്രമിക്കാം. ഫിലിപ്പ് റേ വൈറ്റ്സിലായിരുന്നപ്പോൾ ഇതിൻ്റെ എലൈറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നയാളാണ്. അത് അത്രയ്ക്ക് ടോപ്പ് സെല്ലിംഗ് ഏജൻ്റാണ് ഫിലിപ്പ് ചാക്കോയെ. അതേപോലെ തന്നെ വിക്ടോറിയയിലെ ഏറ്റവും കൂടുതൽ വീടുകൾ വിറ്റിട്ടുള്ള ആളാണ് ഫിലിപ്പ് ചാക്കോയെ. അതുകൊണ്ട് മലയാളികൾ അത് തന്നെ അപ്പോൾ അത് തന്നെ മലയാളികളിൽ. അപ്പം അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ വീടുകൾ വിൽക്കുമ്പോൾ ഫിലിപ്പ് ചാക്കോയെ വിളിക്കുക, അദ്ദേഹത്തിന് കൊടുത്താലും ഇല്ലെങ്കിലും ഒന്ന് വിളിച്ച് ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുക. അത് തീർച്ചയായിട്ടും ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാലും വളരെ നന്നായിട്ട് വിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, സംസാരിച്ചതെന്ന് തോന്നുന്നു. അതല്ല, പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് വളരെ നല്ലൊരു മനുഷ്യനാണ്, അതേപോലെ തന്നെ നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരും വീടുകൾ വളരെ നന്നായിട്ട് വിൽക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ വളരെ നല്ല പൈസയ്ക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വിൽക്കാനായിട്ട് സാധിക്കട്ടെ. നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
താങ്ക് യു താങ്ക് താങ്ക് യു യു. ഹലോ ഫിലിപ്പ് എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലേ ഇതെന്താണ് പ്രൊജക്റ്റ് ഇത് നമുക്ക് ഒരു 5 യൂണിറ്റിന്റെ പ്രൊജക്റ്റ് ആണ്. ഇത് 2 ബെഡ്റൂംസും 3 ബെഡ്റൂംസും മിക്സ് ആയിട്ടുള്ള. ഓക്കെ ഇതൊരു 750 to 825 റേഞ്ച് വരുന്ന 2 ബെഡ്റൂംസ് 2 ബാത്റൂംസ് 1 ഗാരേജ് ഉള്ള ഇതാണ്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ആണല്ലേ. ഇത് എവിടെ ബേസ് വാട്ടറിൽ തന്നെയാണ്? ഇത് ബറോണിയ. ഇത് വേറൊരു സ്ഥലമാണ്. ബറോണിയ നെക്സ്റ്റ് സബർബ് ആണ്, ഈസ്റ്റ് സബർബ് ആണ്. ഇവിടെ ഒരു 5 യൂണിറ്റ് ആണ്. ആണല്ലേ. ഓൾറെഡി 2 സോൾഡ് ആയി. ആണല്ലേ. ഫസ്റ്റ് വീക്കിൽ തന്നെ 2 സോൾഡ് ആയി. സോൾഡ് ആയല്ലേ. ഓക്കെ ഓക്കെ.